കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ചെന്നൈ ടു ഏലഗിരി യാത്രക്കിടയിലുള്ള നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇന്ന് നമുക്ക് ഏലഗിരിയിൽ എത്തിയതിന് ശേഷമുള്ള കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. ചെന്നൈയിൽ നിന്നൊരു ക്വിക്ക് എസ്കേപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഏലഗിരി. പക്ഷേ ഒരുപാട് തണുപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ചെന്നൈയിൽ ആ ഒരു കൊടും ചൂടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 3 ഡിഗ്രി കുറവാണെങ്കിൽ പോലും അത് നല്ലൊരു റിലീഫായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയാണ് സായിയും ഡാഡിയും ഞാനും കൂടെ നേരെ ഒരു വീക്കെൻഡ് ഏലഗിരിക്ക് യാത്രയായത്. അവിടെ എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 7:30 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള നൈഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയി. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല അവിടെ ഉള്ളത്, അത്യാവശ്യം നല്ല ഹോട്ടൽസ് തന്നെയാണ്. പിന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്തത് മിഡ് വാലി റെസിഡൻസ് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിലായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. അങ്ങനെ ആ രാത്രി അങ്ങനെ പോയി പിറ്റേന്ന് രാവിലെയാണ് നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ എവിടെ ചെന്നാലും ശരത്തിന് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ട്രീ ഡോഗ് ഫ്രണ്ടായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടിയ ഒരാളാണിത്. അങ്ങനെ ശരത്ത് കുറച്ച് നേരം അവനായിട്ട് കളിച്ചിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി കാലിലിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ അവനോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ എവിടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് സ്കൈറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് പാർക്ക് കണ്ടത്. അങ്ങനെ നമ്മൾ നേരെ അവിടേക്ക് വെച്ച് പിടിച്ചു. അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.